ഹലോ ഡിയർ സ്റ്റുഡൻസ്, ബോർഡ് എക്സാമിന് വേണ്ടി ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നും റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് പരിചയപ്പെടേണ്ട രണ്ട് വാക്കുകളെന്ന് പറയുന്നത് ഹീറ്റും ടെമ്പറേച്ചറുമാണ്. ഇതിൽ ഹീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് ഫ്ലോസ് സ്പോണ്ടേനിയസ്ലി ഫ്രം എ hot body to cold body. Heat gives a sensation of hotness or coldness. ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇറ്റ് ഡിറ്റർമിൻസ് വെദർ ടു ഒബ്ജക്ട്സ് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം ഓർ നോട്ട്. ഓക്കെ, ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരാണ് തെർമോമീറ്റർ. അപ്പോൾ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള സ്കെയിൽസ് എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ എക്സെട്ര. അപ്പോൾ ഇതിൽ ഓരോ സ്കെയിലിലും കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീസിങ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സ്കെയിലിൽ നിന്ന് മറ്റൊരു സ്കെയിലിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കെയിലിലുള്ള ടെമ്പറേച്ചറിനെ മറ്റൊരു സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാൻ പറ്റും. അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് C/100 ഈസ് ഈക്വൽ ടു F-32/180 ഈസ് ഈക്വൽ ടു K-273/100 എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ 37 കറസ്പോണ്ടിങ് ആയിട്ട് ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഡിഗ്രി സെൽഷ്യസിൽ 37 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസും ഹീറ്റ് ആക്കുകയാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ദിസ് ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഓഫ് ദ ബോഡി ഡ്യൂ ടു ടെമ്പറേച്ചർ ഈസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ. 3 തരത്തിലാണ് തെർമൽ എക്സ്പാൻഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേതിൻ്റെ പേര് ലീനിയർ എക്സ്പാൻഷൻ എന്നാണ്. ഒരു ഒബ്ജക്റ്റിനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുവെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ ലെങ്തിനെയും ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ചൂടാക്കുമ്പോഴുള്ള അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്ച്വൽ ലെങ്ത് ആൻഡ് change in temperature. Once again, the change in length of an object is directly proportional to actual length and change in temperature. This proportionality constant is called coefficient of linear expansion. Okay. Second case എന്ന് പറയുന്നത് ഏരിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്നറിയപ്പെടുന്നു. അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഏരിയയാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് ഏരിയൽ എക്സ്പാൻഷൻ. അപ്പോൾ ഏരിയൽ എക്സ്പാൻഷനും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇക്വേഷൻ ഉണ്ടാക്കാൻ കഴിയും. ചേഞ്ച് ഇൻ ഏരിയ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്ച്വൽ ഏരിയ ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേര് കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഏരിയൽ എക്സ്പാൻസിവിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് വോളിയം എക്സ്പാൻഷൻ ആണ്. അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു വസ്തുവിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വോളിയം എക്സ്പാൻഷൻ. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനും ആക്ച്വൽ വോളിയത്തിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ പേര് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്നാണ്. അപ്പോൾ ലീനിയർ എക്സ്പാൻസിവിറ്റിയും വോളിയം എക്സ്പാൻസിവിറ്റിയും തമ്മിലുള്ള കണക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വോളിയം എക്സ്പാൻസിവിറ്റി എന്ന് പറയുന്നത് 3 times ലീനിയർ എക്സ്പാൻസിവിറ്റി ആയിരിക്കും. നമ്മളിപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഒബ്ജക്ട്സും ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവം കാണിക്കുന്ന ഒരു വസ്തുവാണ് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിപ്പോൾ 0 ഡിഗ്രിയിലുള്ള വാട്ടർ എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിന് പകരം ആദ്യം അതിൻ്റെ വോളിയം അല്പം ഡിക്രീസ് ചെയ്യും. എന്നിട്ട് 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷം വീണ്ടും വോളിയം ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഒരു അനോമലസ് ബിഹേവിയർ കാണിക്കുന്ന ഒരു മെറ്റീരിയലിന് എക്സാമ്പിളാണ് വാട്ടർ എന്ന് പറയുന്നത്.
അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. അതായത് 1 കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 മോൾ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെ പറയുന്ന പേരാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇപ്പോൾ ഗ്യാസിനെയൊക്കെ സംബന്ധിച്ച് 2 മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ഉണ്ട്. ഒന്നിൻ്റെ പേര് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, അതായത് വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റിനെ പറയുന്ന പേരാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതുപോലെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ 1 മോൾ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റിൻ്റെ പേരാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. കണ്ടീഷൻ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം മാറ്റർ പല സ്റ്റേറ്റുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐസിനെ എടുത്ത് ചൂടാക്കുകയാണെങ്കിൽ അത് ലിക്വിഡാവും, അത് ലിക്വിഡിനെ വീണ്ടും ചൂടാക്കുകയാണെങ്കിൽ വേപ്പറാവും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് മാറ്ററിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ ആവശ്യമായ ഹീറ്റിനൊരു പേരുണ്ട്. അതിൻ്റെ പേരാണ് ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ചില വാക്കുകൾ കടന്നു പോകുന്നു. മെൽറ്റിംഗ് പോയിൻ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ബോയിലിംഗ് പോയിൻ്റ് എന്താണെന്ന് അറിയാം. അടുത്ത ഒരു വാക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം, റിഗലേഷൻ. റിഗലേഷൻ അഥവാ പുനർഹിമായനം എന്ന് പറഞ്ഞാൽ ഐസിന് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റ് ചെയ്യും. അതുപോലെ പ്രഷർ നമ്മൾ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഐസായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിൻ്റെ പേരാണ് റീഗലേഷൻ എന്ന് പറയുന്നത്. ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് റിക്വയർഡ് ടു കൺവേർട്ട് എ മെറ്റീരിയൽ ഫ്രം വൺ ഫേസ് ഇൻറ്റു അനദർ. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് 2 തരത്തിലുണ്ട്, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഇതിൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം സബ്സ്റ്റൻസ് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാൻ എത്ര ഹീറ്റാണ് കൊടുക്കേണ്ടത്, ആ ഹീറ്റിൻ്റെ പേരാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതുപോലെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം സബ്സ്റ്റൻസിനെ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എത്ര ഹീറ്റാണോ കൊടുക്കേണ്ടത്, ആ ഹീറ്റിൻ്റെ പേരാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ ഒരു മെറ്റീരിയലിനെ നമ്മൾ ചൂടാക്കുമ്പോൾ അതിനനുസരിച്ച് ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നതിൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഹീറ്റ് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഫ്ലോ ചെയ്യുന്നത് പ്രധാനമായും 3 രീതിയിലാണ്. ഒന്നെന്ന് പറയുന്നത് കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ കാരണം ഹീറ്റ് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കോൾഡ് കണ്ടക്ഷൻ. അപ്പോൾ ഈ കണ്ടക്ഷൻ നമുക്കൊരു ഇക്വേഷൻ പഠിക്കണം. ഇക്വേഷൻ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിലൂടെ സ്റ്റഡി സ്റ്റേറ്റിൽ ഫ്ലോ ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് കെ എന്ന് പറയുന്നത്. കെ വിളിക്കുന്ന പേര് തെർമൽ കണ്ടക്ടിവിറ്റി എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കാൻ മറക്കരുത്. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ ആക്ച്വൽ മൂവ്മെൻറ്റ് മൂലം ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ. അപ്പോൾ നമുക്കറിയാം സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് അതുപോലുള്ള കാര്യങ്ങൾ, അതിനൊക്കെ പ്രധാനമായ കാരണമെന്ന് പറയുന്നത് കൺവെക്ഷനാണ്. അടുത്ത 3ാമത്തെ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് റേഡിയേഷൻ എന്നറിയപ്പെടും. അതായത് സണ്ണിൽ നിന്ന് ലൈറ്റ് എർത്തിലേക്ക് എത്തുന്നു, അതിൻ്റെ ഇടയിൽ കുറേ സ്ഥലത്ത് മീഡിയം ഇല്ലെങ്കിൽ പോലും ഹീറ്റിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ദാറ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കോൾഡ് റേഡിയേഷൻ. അപ്പോൾ റേഡിയേഷനിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അതിനെ മാത്തമാറ്റിക്കലായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് വേണമെങ്കിൽ
മൈനസ് dQ/dt എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് T2 മൈനസ് T1. അവിടെ വേണമെങ്കിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റും K എന്ന് നമുക്ക് കൊടുക്കും. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെറ്റീരിയലും അതിൻ്റെ സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കുറയുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് കൂളിങ്ങും കുറയുന്നു എന്നാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൽ പറയുന്നത്. അടുത്തതായി ഈ ചാപ്റ്ററിൽ കുറേ സപ്ലിമെൻ്ററി ടോപ്പിക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് എ ബ്ലാക്ക് ബോഡി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ആ ഒബ്ജക്റ്റിൽ വന്ന് വീഴുന്ന എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരു മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് എല്ലാ വേവ് ലെങ്തിനെയും അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിന് എല്ലാ വേവ് ലെങ്തിനെയും റീഎമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ വേവ്സിനെയും റീഎമിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മെറ്റീരിയലിനെ നമുക്ക് എന്ത് വിളിക്കാം? ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കാം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് സൺ എന്ന് പറയുന്ന നല്ല എമിസീവ് പവറുള്ള ഒരു മെറ്റീരിയലാണ്. സണ്ണിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ച് പറയുമ്പോൾ ചില ലോസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സപ്ലിമെൻ്ററി ടോപ്പിക്കിൽ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ആണ്. അതിൽ പറയുന്നത് ഒരു മെറ്റീരിയലിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്തുകളിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കുമെന്നാണ് വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പറയുന്നത്. അതിനെ ഒരു ഇക്വേഷനായിട്ട് എഴുതിയാൽ λm ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് എഴുതാൻ കഴിയും. Thermodynamics is a branch of physics which deals with the study of heat and work. അപ്പോൾ ഹീറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് തെർമോഡൈനാമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഒരു ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചില ബേസിക് ടേമുകൾ നിങ്ങൾ കെമിസ്ട്രിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. സിസ്റ്റം എന്നും സറൗണ്ടിങ്സ് എന്നും ഒക്കെ പറയുന്ന ചില കാര്യങ്ങൾ. അതുപോലെ പലതരത്തിലുള്ള തെർമോഡൈനാമിക് പ്രോസസ്സുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഐസോതെർമൽ, അഡയാബാറ്റിക്, ഐസോകോറിക് ഇങ്ങനെയുള്ള പ്രോസസ്സുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഐസോതെർമൽ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഈ പ്രോസസ്സ് നടക്കുമ്പോഴും ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറയുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ PV എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് P എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം, ഈ ചാപ്റ്ററിൽ PV = nRT എന്നുള്ള ഇക്വേഷൻ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കേണ്ടി വരും. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. അഡയാബാറ്റിക് പ്രോസസ്സുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ യാതൊരു എക്സ്ചേഞ്ചും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സുകളെ പറയുന്ന പേരാണ് അഡയാബാറ്റിക് പ്രോസസ്സ്. എപ്പോഴും ഒരു അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ PV⁻γ ഒരു കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇതിൽ ഗാമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, CP/CV ആണ് ഇവിടെ ഗാമ എന്ന് പറയുന്നത്. ഇതേ ഇക്വേഷനെ തന്നെ നമുക്ക് പല ഫോമിലേക്കും മാറ്റാൻ കഴിയും. ഫോർ എക്സാമ്പിൾ TV⁻γ-1 ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ P⁻1 - γ T⁻γ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ വോളിയം റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് റിട്ടേൺസ് ബാക്ക് ടു ദ സെയിം സ്റ്റേറ്റ്. ഓക്കെ, അടുത്തത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറയുന്ന പേരാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ two bodies are said to be in thermal equilibrium if no exchange of heat takes place when they are kept in contact with each other. തെർമോഡൈനാമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ആക്ച്വലി 3 ലോസ് ആണ്. അതിൽ ഒന്നാമത്തേത് 0th law of thermodynamics. 0th law പറയുന്നത് ഇങ്ങനെയാണ്: when two systems A and B in equilibrium with the third system C, then A and B will be in equilibrium. ആക്ച്വലി ഈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ എന്നുള്ള ടേമിനെ കുറിച്ചുള്ള കൺസെപ്റ്റാണ്. അതായത് രണ്ട് ഒബ്ജക്ട്സിനെ തമ്മിൽ ചേർത്ത് വയ്ക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈക്വൽ ആവാൻ വേണ്ടി ശ്രമിക്കും. അതായത് അതിൽ നിന്ന് ഹീറ്റ് ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ട്രാവൽ ചെയ്യുകയും രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നത് വരെ ഹീറ്റ് ഫ്ലോ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് 0th law ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്.
അടുത്തത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് എക്സ്റ്റേണൽ വർക്ക് ഡൺ. അപ്പോൾ അത് ഡെൽറ്റ ഇട്ടിട്ടോ ഡി ഇട്ടിട്ടോ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡി ക്യു ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു എന്ന് വേണമെങ്കിൽ എഴുതാം. സി പിയും സി വിയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ മറക്കരുത്. സി പി മൈനസ് സി വി ഈക്വൽ ടു ആറിന് വേറൊരു വിളിക്കുന്ന പേര് മേയേഴ്സ് റിലേഷൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചതുപോലെ സി പി എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി ആയിരിക്കും. അതായത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തുറന്നു വെച്ചിട്ട് നമ്മളതിനെ ചൂടാക്കുന്നതും അടച്ചു വെച്ചിട്ട് ചൂടാക്കുന്നതും ഒരേപോലെ അല്ല. അടച്ചു വെച്ചിട്ട് ചൂടാക്കുമ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അടുത്ത ചില ഡെറിവേഷനുകൾ പഠിക്കാനുണ്ട്. അതായത് ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡണ്ണിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ഈ ഇക്വേഷനെല്ലാം ഡിറൈവ് ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് വർക്ക് ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ഡി വി എന്നുള്ളതാണ്. അതിൽ പിയുടെ വാല്യൂ പി വി ഈക്വൽ ടു ആർ ടിയിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് V1 to V2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ എപ്പോഴെങ്കിലും ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് കാണാൻ പറഞ്ഞാൽ ആർ ടി ലോഗ് സി, ലോഗ് എന്ന് പറയുന്നത് ഇവിടെ നാച്ചുറൽ ലോഗാണ് V2 by V1. അപ്പോൾ നാച്ചുറൽ ലോഗിനെ 10 ബേസ് ആയിട്ടുള്ള ലോഗാക്കി മാറ്റാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്കും ഡിറൈവ് ചെയ്യാൻ പറ്റും. അവിടെ ഇതേപോലെ തന്നെയാണ് വർക്ക് ഈക്വൽ ടു ഇൻ്റഗ്രൽ പി ഡി വി ആണ് ചെയ്യുന്നത്. അതിൽ പിക്ക് പക്ഷേ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് പി വി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റൻറ്റിൽ നിന്നാണ് പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഇൻറ്റു T2 മൈനസ് T1 ബൈ 1 മൈനസ് ഗാമ എന്നാണ്. അടുത്ത ഐസോകോറിക് പ്രോസസ്സിൻ്റെ വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം അവിടെ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകാത്ത സ്ഥിതിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയതുകൊണ്ട് വർക്ക് 0 ആയിരിക്കും. ഐസോബാറിക് പ്രോസസ്സിൻ്റെ വർക്ക് എന്ന് പറയുന്നത് W ഈക്വൽ ടു പി ഡെൽറ്റ വി തന്നെ ആയിരിക്കും. ഓക്കെ. സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് പല സ്റ്റേജുകളിലൂടെ കടന്നുപോയി പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സുകളെ പറയുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഹീറ്റ് എഞ്ചിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് ചോദിച്ചാൽ പറയണം, ഹീറ്റ് എനർജിയെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് ഹീറ്റ് എഞ്ചിൻ. ഒരു ഹീറ്റ് എഞ്ചിൻ്റെ പ്രധാന ഭാഗങ്ങളെന്ന് പറയുന്നത് ഒരു ഹൈ ടെമ്പറേച്ചറിലുള്ള സോഴ്സ് ഉണ്ട്, ഒരു ലോ ടെമ്പറേച്ചറിലുള്ള സിങ്ക് ഉണ്ട്, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ പ്രധാന ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ്, ഈ പറയുന്ന സോഴ്സിൽ നിന്ന് അത് Q1 ഹീറ്റിനെ അബ്സോർബ് ചെയ്തതിന് ശേഷം എക്സ്റ്റേണലായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നമുക്കറിയാം മുഴുവൻ ഹീറ്റിനെയും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇതുവരെ ഒരു ഡിവൈസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ എക്സ്ട്രാ വരുന്ന ഹീറ്റിനെ നമ്മൾ സിങ്കിലേക്ക് റിലീസ് ചെയ്യും. അങ്ങനെ നമ്മൾ സൈക്ലിക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. വീണ്ടും ഇതേ പ്രോസസ്സിലൂടെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു എഞ്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട വേർഡ് എന്ന് പറയുന്നത് എഫിഷ്യൻസിയെക്കുറിച്ചാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഹീറ്റ് ഇൻടേക്കിനെ പറയുന്ന പേരാണ് എഫിഷ്യൻസി. അപ്പോൾ ഇതിൽ Q1 ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് Q2 ഹീറ്റ് റിലീസ് ചെയ്തു. അപ്പോൾ നമ്മൾ വർക്കിന് ഉപയോഗിച്ച എത്ര ഹീറ്റാണ്? Q1 മൈനസ് Q2 ആണ്. അതുകൊണ്ട് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി നിങ്ങൾക്ക് 1 മൈനസ് Q2 ബൈ Q1 എന്ന് എഴുതാം. ഒരിക്കലും പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ് 0 ആവാത്ത സ്ഥിതിക്ക് എഫിഷ്യൻസി ഒരിക്കലും 1 ആവുകയില്ല. അപ്പോൾ എപ്പോഴും 100% എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആയിട്ടുള്ള കേസാണ്, അപ്രോക്സിമേഷൻ മാത്രമാണ്. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ആണ് റെഫ്രിജറേറ്റേഴ്സ് ചെയ്യുന്നത്. അതായത് ഒരു കോൾഡ് റിസർവെയറിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, എക്സ്റ്റേണലായിട്ട് വർക്ക് ചെയ്തുകൊണ്ട്, അതിനുശേഷം ഹീറ്റിനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഇതാണ് ഒരു റെഫ്രിജറേറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നോ പ്രോസസ് ഈസ് പോസിബിൾ whose sole result is the absorption of heat from a reservoir and complete conversion of heat into work. അടുത്ത ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നോ പ്രോസസ് ഈസ് പോസിബിൾ whose sole result is the transfer of heat from a colder object to hotter object. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും പഴയതുപോലെ
പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിൻ്റെ പേരാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. നമുക്കങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അടുത്തത് ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനെ കുറിച്ചുള്ള പഠനമാണ്. അതിന് നമ്മൾ പറയുന്നത് സാദി കാർനോട്ട് എന്നൊരു സയൻറ്റിസ്റ്റ് ഒരു ഐഡിയ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എഞ്ചിനെ കുറിച്ചല്ല, ഒരു ഐഡിയൽ എഞ്ചിൻ. അപ്പോൾ അതിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് കാർനോട്ട് എഞ്ചിൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കാർനോട്ട് പറയുന്നത് നിങ്ങൾ 4 സ്റ്റേറ്റ്സിലൂടെ നിങ്ങളൊരു സൈക്ലിക് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% എഫിഷ്യൻസി കിട്ടുമെന്നാണ് കാർനോട്ട് പറയുന്നത്. ആ 4 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം. ഇപ്പോൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന എയിൽ നിന്നാണ്. ഒന്നാമത്തെ പ്രോസസ്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ, രണ്ടാമത്തെ പ്രോസസ്സ് അഡയബാറ്റിക് എക്സ്പാൻഷൻ, 3 ഐസോതെർമൽ കംപ്രഷൻ, 4 അഡയബാറ്റിക് കംപ്രഷൻ. ഈ 4 സ്റ്റേജസിലൂടെയാണ് നിങ്ങൾ ഈ എഞ്ചിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുമെന്നാണ് കാർനോട്ട് എഞ്ചിനിൽ പറയുന്നത്. അപ്പോൾ ഈ 4 സ്റ്റേജുകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം. ഇങ്ങനെ PV വരുന്ന ഗ്രാഫുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്നാണ്. ഈ ഗ്രാഫുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലൂപ്പിനകത്തുള്ള ഏരിയയാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ വർക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് W1 = RT1 log V2/V1 എന്ന് എഴുതാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ B to Cയിലെ അഡയബാറ്റിക് എക്സ്പാൻഷൻ്റെ വർക്കും C to Dയിലെ ഐസോതെർമൽ കംപ്രഷൻ്റെ വർക്കും എല്ലാം നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മാത്രം മതി. അടുത്തത് ഇതിൻ്റെ എഫിഷ്യൻസി നമ്മൾ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ പഴയ നമ്മുടെ 1 - Q2/Q1 എന്നുള്ള ഇക്വേഷൻ മാറിയിട്ട് 1 - T2/T1 എന്നുള്ള ഇക്വേഷനിലേക്ക് മാറും. അപ്പോൾ ഇവിടെ അതൊരിക്കലും എത്ര ഹീറ്റിനെ അബ്സോർബ് ചെയ്തെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. പകരം ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സും ടെമ്പറേച്ചർ ഓഫ് ദ സിങ്കും മാത്രമാണ് ഈ ഐഡിയൽ ഹീറ്റ് എഞ്ചിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ T2 എന്ന് പറയുന്നത് സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഈ സിങ്കിൻ്റെ ടെമ്പറേച്ചർ ആബ്സല്യൂട്ട് 0 ആക്കാൻ കഴിയുന്നുവെങ്കിൽ ആ സമയത്ത് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 100% ആയിരിക്കും. പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറിയിൽ പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള എയർ മോളിക്യൂൾസിനെ കുറിച്ചാണ്. ഈ എയർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് റാൻഡം മോഷനിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യുന്നുണ്ട്. കൊളിഷൻസ് എല്ലാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഈ മോളിക്യൂൾസിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്കാണ്, ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതുപോലുള്ള കുറേ പോയിൻറ്റ്സുകൾ ക്ലോഷ്യസ് ഒരുമിച്ച് ചേർത്ത് നമുക്ക് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പഠിക്കുക. ഇനി ഈ ചാപ്റ്ററിൽ ആക്ച്വലി നമുക്ക് വേണ്ടത് കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്നത്. ഇപ്പോൾ പ്രഷർ എന്നുള്ള വേർഡ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് RMS വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൂമിലുള്ള മോളിക്യൂൾസ് എത്രത്തോളം റൈറ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട് അത്രത്തോളം ലെഫ്റ്റിലേക്കും ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോർമൽ കേസിൽ നമ്മൾ വെലോസിറ്റിയുടെ ആവറേജ് എടുക്കുകയാണെങ്കിൽ 0 ആയി പോകും. കാരണം റൈറ്റിലേക്കുള്ളതിന് +1 ലെഫ്റ്റിലേക്കുള്ളതിന് -1 കൊടുത്താൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ 0 ആയി പോകും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ അതിൻ്റെ ഒരു എഫക്റ്റീവ് വാല്യൂ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടി ഓരോ മോളിക്യൂൾസിൻ്റെയും വെലോസിറ്റിയുടെ സ്ക്വയറിൻ്റെ ആവറേജ് എടുത്തതിന് ശേഷം അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിൻ്റെ പേരാണ് RMS വെലോസിറ്റി. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഒരൊറ്റ ഡെറിവേഷനാണ്. ഈ ഡെറിവേഷൻ പഠിക്കാതിരിക്കരുത്. അതായത് ഒരു കണ്ടെയ്നറിനകത്ത് എയർ നിറച്ചിട്ടുണ്ട്. അതെല്ലാം ഐഡൻറ്റിക്കൽ സ്ഫിയേഴ്സ് ആണ്. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂവ് ചെയ്യുന്ന മോളിക്യൂൾസ് അതിൻ്റെ വാൾസിൽ പോയി ഹിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹിറ്റ് ചെയ്യുന്നത് മൂലം അവിടെ ഒരു മൊമെൻറ്റം ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫോഴ്സ് എക്സേർട്ടഡ് കിട്ടും. ആ ഫോഴ്സിൽ നിന്ന് നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടുന്ന പ്രഷറിൻ്റെ ഇക്വേഷനാണ് P = 1/3 mn v² എന്ന് പറയുന്നു. ഇവിടെ V എന്ന് പറയുന്നത് RMS വെലോസിറ്റിയാണ്. അപ്പോൾ ഈ ഇക്വേഷനെ പല രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. 1/3 ρ v². ഇവിടെ C എന്ന് ഇട്ടിരിക്കുന്നത് തന്നെ Vക്ക് തുല്യമായ ഒരു ലെറ്ററാണ് C കിട്ടിയിരിക്കുന്നത്. ഇതേ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയും ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഇതാണ്. കൈനറ്റിക് എനർജിയുടെയും പ്രഷറിൻ്റെയും
ഡെറിവേഷൻ. അപ്പോൾ അതിൽ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് 3/2 kT എന്നായിരിക്കും കിട്ടുന്നത്. കെയുടെ പേര് ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, കൈനറ്റിക് എനർജി കൂടുന്നു. അപ്പോൾ ആക്ച്വലി ടെമ്പറേച്ചറിന് കാരണം എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാൻ പറ്റും. √3RT/m എന്നാണ് ഇക്വേഷൻ. അടുത്ത ഈ ചാപ്റ്ററിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്ത് എന്ന ടോപ്പിക്കാണ്. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ റാൻഡം കൊളൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. അപ്പോൾ അതിനൊരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്, അതും കൂടെ പഠിച്ചിട്ട് എക്സാമിന് വേണ്ടി പോകാം. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: λ = 1/√2n/d². ഇവിടെ d എന്ന് പറയുന്നത് മോളിക്യൂളിൻ്റെ ഡയമീറ്ററാണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഓക്കെ, ഒരു മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ആവശ്യമായ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സിനെ പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പോൾ ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ച് നമുക്കൊരു ലോ പഠിക്കാനുണ്ട്, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. അപ്പോൾ ഈ ലോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലേക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും 1/2 kBT ആയിരിക്കും. ഇതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത്. അതായത് ദ ടോട്ടൽ എനർജി ഓഫ് എ മോളിക്യൂൾ വിൽ ബി equally distributed in all degrees of freedom and each degree having energy equal to 1/2 kBT. Okay, then they are telling you vibration is equivalent to both translation and rotation, so the energy of a vibration is equal to 1/2 kBT plus 1/2 kBT is equal to kBT. അപ്പോൾ ഈ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയൊക്കെ ഇത് വെച്ചിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൂടി പഠിക്കാതെ ഈ ചാപ്റ്റർ തീരില്ല. അപ്പോൾ അതൊരു മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5/3 എന്നും കിട്ടും. ഒരു ഡയറ്റോമിക് ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ 7/5 എന്നും കിട്ടും. അപ്പോൾ ഇതാണ് ഈ കൈനറ്റിക് തിയറി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ.